പ്രിയ പ്രേക്ഷകരെ, കഥാമണ്ഡപത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ജെയിൻ അയ്യറിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അധ്യായം 22. മിസ്റ്റർ റോച്ചസ്റ്റർ എനിക്ക് ഒരാഴ്ചത്തെ അവധി മാത്രമേ നൽകിയിരുന്നുള്ളൂ. എങ്കിലും ഗേറ്റ്സ് ഹെഡ് വിടുന്നതിനു മുമ്പ് 1 മാസം കഴിഞ്ഞു. ശവസംസ്കാരത്തിന് തൊട്ടുപിന്നാലെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ലണ്ടനിലേക്ക് പോകുന്നതുവരെ അവിടെ നിൽക്കാൻ ജോർജിയാന എന്നോട് അപേക്ഷിച്ചു. അവളുടെ അമ്മാവൻ മിസ്റ്റർ ഗിബ്സൺ അവളെ അവിടേക്ക് ക്ഷണിച്ചിരുന്നു. സഹോദരിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കും കുടുംബകാര്യങ്ങൾ തീർപ്പാക്കാനുമാണ് അദ്ദേഹം വന്നത്. എലിസയോടൊപ്പം തനിച്ചാകാൻ തനിക്ക് പേടിയാണെന്ന് ജോർജിയാന പറഞ്ഞു. അവളുടെ വിഷാദത്തിൽ സഹതാപമോ ഭയത്തിൽ പിന്തുണയോ ഒരുക്കങ്ങളിൽ സഹായമോ എലിസയിൽ നിന്ന് ലഭിച്ചില്ല. അതിനാൽ അവളുടെ ബുദ്ധിശൂന്യമായ വിലാപങ്ങളും സ്വാർത്ഥമായ പരിദേവനങ്ങളും എനിക്ക് കഴിയുന്നത്ര ഞാൻ സഹിച്ചു. അവൾക്കായി തുന്നുന്നതിലും വസ്ത്രങ്ങൾ അടുക്കിവെക്കുന്നതിലും ഞാൻ പരമാവധി സഹായിച്ചു. ഞാൻ ജോലി ചെയ്യുമ്പോൾ അവൾ വെറുതെയിരിക്കുമായിരുന്നു എന്നത് സത്യമാണ്. ഞാൻ എന്നോട് തന്നെ ചിന്തിച്ചു, കസിൻ, നമ്മൾ എപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലാകുമായിരുന്നു. ഞാൻ ഇത്രയും ക്ഷമയോടെ എല്ലാം സഹിക്കില്ല. നിനക്കുള്ള ജോലികൾ ഞാൻ നിനക്ക് നൽകും. അത് പൂർത്തിയാക്കാൻ നിന്നെ നിർബന്ധിക്കും. അല്ലെങ്കിൽ അത് ചെയ്യാതെ തന്നെ കിടക്കും. നിന്റെ ആ കപടമായ പരാതികൾ നിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്താൻ ഞാൻ നിർബന്ധിക്കുകയും ചെയ്യും. ഒടുവിൽ ഞാൻ ജോർജിയാനയെ യാത്രയാക്കി. എന്നാൽ ഇപ്പോൾ മറ്റൊരാഴ്ച കൂടി നിൽക്കാൻ ആവശ്യപ്പെടാനുള്ള ഊഴം എലിസയുടേതായിരുന്നു. അവളുടെ പദ്ധതികൾക്ക് അവളുടെ മുഴുവൻ സമയവും ശ്രദ്ധയും ആവശ്യമാണെന്നവൾ പറഞ്ഞു. അവൾ ഏതോ അജ്ഞാത സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ദിവസം മുഴുവൻ അവൾ സ്വന്തം മുറിയിൽ വാതിലടച്ചിരുന്നു. പെട്ടികൾ നിറയ്ക്കുകയും ഡ്രോയറുകൾ ശൂന്യമാക്കുകയും പേപ്പറുകൾ കത്തിക്കുകയും ആരോടും സംസാരിക്കാതിരിക്കുകയും ചെയ്തു. ഒരു ദിവസം രാവിലെ ഞാൻ സ്വതന്ത്രയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. പിന്നെ അവൾ കൂട്ടിച്ചേർത്തു, നിന്റെ വിലയേറിയ സേവനങ്ങൾക്കും വിവേകപൂർണമായ പെരുമാറ്റത്തിനും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. നിന്നെപ്പോലെയുള്ള ഒരാളോടൊപ്പം ജീവിക്കുന്നതും ജോർജിയാനയോടൊപ്പം ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ നിന്റെ കടമകൾ നിർവഹിക്കുന്നു, ആർക്കും ഭാരമാകുന്നില്ല. നാളെ അവൾ തുടർന്നു, ഞാൻ വിദേശത്തേക്ക് പോകുകയാണ്. ലിസ്ലിനടുത്തുള്ള ഒരു മതപരമായ വസതിയിൽ ഞാൻ താമസമാക്കും. നീ അതിനെ ഒരു കന്യാസ്ത്രീ മഠമെന്ന് വിളിക്കും. അവിടെ ഞാൻ ശാന്തമായും ശല്യങ്ങളില്ലാതെയും ഇരിക്കും. ഈ തീരുമാനത്തിൽ ഞാൻ അത്ഭുതം പ്രകടിപ്പിക്കുകയോ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഞാൻ മറുപടി പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ലാതില്ല കസിൻ എലിസ. എന്നാൽ നിനക്കുള്ളത് അടുത്ത 1 വർഷത്തിനുള്ളിൽ ഒരു ഫ്രഞ്ച് കോൺവെന്റിൽ ജീവനോടെ അടയ്ക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നീ പറഞ്ഞത് ശരിയാണ്, അവൾ പറഞ്ഞു. ആ വാക്കുകളോടെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വഴിയെ പോയി. ദീർഘമായോ ഹ്രസ്വമായോ ഉള്ള ഒരു വിട്ടുനിൽക്കലിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആളുകൾക്ക് എന്ത് തോന്നുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലത്ത് ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ഗേറ്റ്സ് ഹെഡിലേക്ക് മടങ്ങിവരുമ്പോൾ തണുപ്പും വിഷാദവും തോന്നിയതിന് വഴക്കു കേൾക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നീട് പള്ളിയിൽ നിന്ന് ലോവുഡിലേക്ക് മടങ്ങിവരുമ്പോൾ സമൃദ്ധമായ ഭക്ഷണത്തിനും നല്ലൊരു തീക്കും വേണ്ടി കൊതിക്കുന്നതും എന്നാൽ അവയൊന്നും ലഭിക്കാത്തതും എങ്ങനെയെന്ന് എനിക്കറിയാമായിരുന്നു. ഈ മടങ്ങിവരവുകളൊന്നും അത്ര സുഖകരമോ ആഗ്രഹിക്കത്തക്കതോ ആയിരുന്നില്ല. ഞാൻ അടുത്തേക്ക് വരുന്തോറും ആകർഷണശക്തി കൂടുന്ന ഒരു കാന്തവും എന്നെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് വലിച്ചില്ല. എന്റെ യാത്ര വിരസമായി തോന്നി, വളരെ വിരസമായി. ഒരു ദിവസം 50 മൈൽ, രാത്രി ഒരു സത്രത്തിൽ താമസം. അടുത്ത ദിവസം വീണ്ടും 50 മൈൽ. ആദ്യത്തെ 12 മണിക്കൂർ ഞാൻ മിസസ് റീഡിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. വികൃതമായ അവളുടെ മുഖം ഞാൻ കണ്ടു. അവളുടെ വിചിത്ര ശബ്ദം ഞാൻ കേട്ടു. ശവസംസ്കാര ദിവസത്തെക്കുറിച്ചും ശവപ്പെട്ടിയെക്കുറിച്ചും വിലാപയാത്രയെക്കുറിച്ചും വാടകക്കാരുടെയും വേലക്കാരുടെയും കറുത്ത നിരയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. ബന്ധുക്കളുടെ എണ്ണം കുറവായിരുന്നു. തുറന്ന കല്ലറ, നിശബ്ദമായ പള്ളി, ഗൗരവമേറിയ ശുശ്രൂഷ. പിന്നെ ഞാൻ എലിസയെയും ജോർജിയാനയെയും കുറിച്ച് ചിന്തിച്ചു. ഒരാൾ നൃത്തശാലയിലെ ആകർഷണ കേന്ദ്രവും മറ്റൊരാൾ കോൺവെന്റ് മുറിയിലെ അന്തേവാസിയുമായും ഞാൻ സങ്കല്പിച്ചു. അവരുടെ വ്യക്തിത്വത്തിന്റെയും സ്വഭാവത്തിന്റെയും പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ചിന്തിച്ചു. ഞാൻ തോൺഫീൽഡിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ എത്ര കാലം ഞാൻ അവിടെ നിൽക്കും? അധികകാലമില്ല, എനിക്കുറപ്പായിരുന്നു. ഞാനില്ലാത്ത സമയത്ത് മിസസ് ഫെയർഫാക്സിൽ നിന്നെനിക്ക് വിവരം ലഭിച്ചിരുന്നു. ഹാളിലെ അതിഥികൾ പിരിഞ്ഞുപോയിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ 3 ആഴ്ച മുമ്പ് ലണ്ടനിലേക്ക് പോയി. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം മടങ്ങിവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനാണ് അദ്ദേഹം പോയതെന്ന് മിസസ് ഫെയർഫാക്സ് അനുമാനിച്ചു. കാരണം അദ്ദേഹം ഒരു പുതിയ കുതിരവണ്ടി വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മിസ് ഇൻഗ്രാമിനെ അദ്ദേഹം വിവാഹം കഴിക്കുന്നുവെന്ന ചിന്ത ഇപ്പോഴും തനിക്ക് വിചിത്രമായി തോന്നുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ എല്ലാവരും പറയുന്നതിൽ നിന്നും താൻ നേരിട്ട് കണ്ടതിൽ നിന്നും ആ സംഭവം ഉടൻ നടക്കുമെന്ന് അവർക്ക് സംശയമില്ലായിരുന്നു. നിങ്ങളത് സംശയിച്ചാൽ അതായിരിക്കും വിചിത്രം എന്നതായിരുന്നു എന്റെ മനസ്സിന്റെ പ്രതികരണം. രാത്രി മുഴുവൻ ഞാൻ മിസ് ഇൻഗ്രാമിനെ സ്വപ്നം കണ്ടു. പുലർച്ചയിലെ ഒരു വ്യക്തമായ സ്വപ്നത്തിൽ അവൾ തോൺഫീൽഡിന്റെ കവാടങ്ങൾ എനിക്ക് നേരെ അടയ്ക്കുന്നതും മറ്റൊരു വഴി എനിക്ക് കാണിച്ചു തരുന്നതും ഞാൻ കണ്ടു. എന്റെ മടങ്ങിവരവിന്റെ കൃത്യമായ ദിവസം ഞാൻ മിസസ് ഫെയർഫാക്സിനെ അറിയിച്ചിരുന്നില്ല. കാരണം മിൽക്കോട്ടിൽ എന്നെ സ്വീകരിക്കാൻ വണ്ടികളൊന്നും വരുന്നത് ഞാൻ ആഗ്രഹിച്ചില്ല. അത് തിളക്കമുള്ളതോ മനോഹരമോ ആയ ഒരു വേനൽക്കാല സായാഹ്നമായിരുന്നില്ല. എങ്കിലും ശാന്തവും മൃദുലവുമായിരുന്നു. വഴിയരികിലെല്ലാം പുല്ലുവെട്ടുന്നവർ ജോലിയിലായിരുന്നു. ആകാശം മേഘരഹിതമല്ലെങ്കിലും ഭാവിയിലേക്ക് നല്ലൊരു വാഗ്ദാനം നൽകുന്നതായിരുന്നു. അതിന്റെ നീലിമ കാണാവുന്നിടത്തെല്ലാം മൃദുവും ശാന്തവുമായിരുന്നു. മേഘപാളികൾ ഉയർന്നതും നേർത്തതുമായിരുന്നു.
വഴി കുറയും തോറും എനിക്ക് സന്തോഷം തോന്നി. ആ സന്തോഷത്തിന്റെ അർത്ഥമെന്താണെന്ന് എന്നോട് തന്നെ ചോദിക്കാനും, ഞാൻ പോകുന്നത് എന്റെ വീട്ടിലേക്കോ സ്ഥിരമായൊരു വിശ്രമസ്ഥലത്തോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കായി കാത്തിരിക്കുന്ന ഒരിടത്തേക്കോ അല്ലെന്ന് യുക്തിയെ ഓർമ്മിപ്പിക്കാനും ഞാൻ ഒരിക്കൽ നിന്നു. എന്നാൽ യൗവനത്തെപ്പോലെ ഇത്രയും ദുശ്ശാഠ്യമുള്ള മറ്റെന്തുണ്ട്? അനുഭവപരിചയമില്ലായ്മയെപ്പോലെ അന്ധമായ മറ്റെന്തുണ്ട്? മിസ്റ്റർ റോച്ചസ്റ്റർ എന്നെ നോക്കിയാലുമില്ലെങ്കിലും അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷമാണെന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. അവ കൂട്ടിച്ചേർത്തു, വേഗമാകട്ടെ വേഗമാകട്ടെ. തോൺഫീൽഡിലെ പുൽമേടുകളിലും അവർ പുല്ലുവെട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തൊഴിലാളികൾ അവരുടെ ജോലി കഴിഞ്ഞ് തോളിൽ പണിയായുധങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇപ്പോൾ ഞാനെത്തുന്ന ഈ സമയത്ത്. എനിക്കൊന്നോ രണ്ടോ പാടങ്ങൾ കൂടി കടക്കാനുണ്ട്. പിന്നെ ഞാൻ റോഡ് മുറിച്ചു കടന്ന് കവാടത്തിലെത്തും. വേലികളിൽ എത്രമാത്രം റോസാപ്പൂക്കളാണ്! എന്നാൽ അവ ശേഖരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് വീട്ടിലെത്തണം. പാതയ്ക്ക് കുറുകെ ഇലകളും പൂക്കളുമുള്ള ശാഖകൾ പടർന്നു നിൽക്കുന്ന ഒരു വലിയ മുൾച്ചെടി ഞാൻ കടന്നുപോയി. കല്ലുപടികളുള്ള ഇടുങ്ങിയ വഴി ഞാൻ കാണുന്നു മിസ്റ്റർ റോച്ചസ്റ്ററിനെ. ശരി, അദ്ദേഹം ഒരു പ്രേതമല്ല. എങ്കിലും എന്റെ ഓരോ നാഡിയും തളരുന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ എന്റെ നിയന്ത്രണത്തിന് പുറത്താണ്. ഇതിന്റെ അർത്ഥമെന്താണ്? അദ്ദേഹത്തെ കാണുമ്പോൾ ഞാനിങ്ങനെ വിറയ്ക്കുമെന്നോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എന്റെ ശബ്ദമോ ചലനശേഷിയോ നഷ്ടപ്പെടുമെന്നോ ഞാൻ കരുതിയില്ല. എനിക്ക് ചലിക്കാൻ കഴിയുന്ന ഉടനെ ഞാൻ തിരിച്ചുപോകും. ഞാനൊരു മണ്ടിയാകേണ്ടതില്ല. വീട്ടിലേക്ക് പോകാൻ എനിക്ക് മറ്റൊരു വഴി അറിയാം. അവിടെ നിൽക്കൂ, അദ്ദേഹം വിളിച്ചു പറയുന്നു. അദ്ദേഹം തന്റെ പുസ്തകവും പെൻസിലും മാറ്റിവെക്കുന്നു. നീ അവിടെ എത്തിയോ? ഞാൻ മുന്നോട്ടു പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഏതു രീതിയിലാണെന്ന് എനിക്കറിയില്ല. എന്റെ ചലനങ്ങളെക്കുറിച്ച് എനിക്ക് ബോധമില്ലായിരുന്നു. ശാന്തമായി കാണപ്പെടാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എല്ലാറ്റിനുമുപരിയായി എന്റെ മുഖത്തെ പേശികളെ നിയന്ത്രിക്കാൻ, അവ എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായും ഞാൻ മറച്ചുവെക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നതായും എനിക്ക് തോന്നി. ഇതാണോ ജെയിൻ അയർ? നീ മിൽക്കോട്ടിൽ നിന്ന് നടന്നു വരികയാണോ? അതെ, നിന്റെ തന്ത്രങ്ങളിലൊന്ന്. ഒരു വണ്ടി അയക്കാൻ ആവശ്യപ്പെടാതെ, ഒരു സാധാരണ മനുഷ്യനെപ്പോലെ തെരുവിലൂടെയും റോഡിലൂടെയും ശബ്ദമുണ്ടാക്കാതെ, സന്ധ്യാസമയത്ത് ഒരു സ്വപ്നമോ നിഴലോ പോലെ നിന്റെ വീട്ടിന്റെ പരിസരത്തേക്ക് ഒളിച്ചു കടക്കുക. ഒരു യഥാർത്ഥ ജെയിൻ മറുപടി. നല്ല മാലാഖമാരെന്നെ കാക്കട്ടെ. അവൾ വരുന്നത് മറ്റൊരു ലോകത്തു നിന്നാണ്, മരിച്ചവർ താമസിക്കുന്ന ഇടത്തുനിന്ന്. സന്ധ്യാസമയത്ത് ഇവിടെ തനിച്ചായിരിക്കുമ്പോൾ അവൾ എന്നോടത് പറയുന്നു. പക്ഷെ ഒരു ചതുപ്പിലെ നീല വെളിച്ചം പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണിത്. വഴിതെറ്റിയവളെ, നീ എവിടെയായിരുന്നു? ഒരു നിമിഷം നിർത്തിയ ശേഷം അദ്ദേഹം ചോദിച്ചു. എന്റെ യജമാനനെ വീണ്ടും കാണുന്നതിൽ സന്തോഷമുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ എന്റെ യജമാനനല്ലാതാകുമെന്ന ഭയവും ഞാൻ അദ്ദേഹത്തിന് ഒന്നുമല്ലെന്ന അറിവും ആ സന്തോഷത്തെ തകർക്കുന്നുണ്ടെങ്കിലും. എന്നാൽ മിസ്റ്റർ റോച്ചസ്റ്ററിൽ എപ്പോഴും സന്തോഷം പകരാനുള്ള അത്രയും വലിയ കഴിവുണ്ടായിരുന്നു. എന്നെപ്പോലെയുള്ള അപരിചിതരായ പക്ഷികൾക്ക് അദ്ദേഹം എറിഞ്ഞുകൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങൾ പോലും ഒരു വലിയ വിരുന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഒരൗഷധം പോലെയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മറന്നോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒന്നാണെന്ന് അവ സൂചിപ്പിക്കുന്നതായി തോന്നി. അദ്ദേഹം ആ വഴിയിൽ നിന്നു മാറിയില്ല. കടന്നുപോകാൻ അനുവാദം ചോദിക്കാൻ എനിക്ക് മടി തോന്നി. മിസ്സിസ് ഫെയർഫാക്സും അഡലും സുഖമായിരിക്കുന്നുണ്ടോ? മിസ്സിസ് ഫെയർഫാക്സ് സുഖമായിരിക്കുന്നു, അഡലും സുഖമായിരിക്കുന്നു. ഓ അതെ സാർ. നീ ആ വണ്ടി കാണണം ജെയിൻ. അത് മിസ്സിസ് റോച്ചസ്റ്ററിനെ കൃത്യമായി ചേരുമെന്ന് നിനക്ക് തോന്നുന്നില്ലേന്ന് എന്നോട് പറയണം. ആ പെർപ്പിൾ കുഷ്യനുകളിൽ ചാരിയിരിക്കുമ്പോൾ അവൾ ബോഡിസിയ രാജ്ഞിയെപ്പോലെ ഇരിക്കില്ലേന്ന് പറയണം. ജെയിൻ, ബാഹ്യരൂപത്തിൽ അവളുമായി പൊരുത്തപ്പെടാൻ എനിക്ക് അല്പം കൂടി നന്നായി കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സൂക്ഷ്മബുദ്ധിയോടെ എന്റെ പറയാത്ത ചിന്തകൾ വായിക്കാറുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്റെ പെട്ടെന്നുള്ള മറുപടിയെ ശ്രദ്ധിച്ചില്ല. പകരം അദ്ദേഹം തന്റേതായ ഒരു പ്രത്യേക പുഞ്ചിരിയോടെ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അത് അദ്ദേഹം അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എനിക്കിപ്പോൾ ചെയ്യാനുണ്ടായിരുന്നത് നിശബ്ദമായി അദ്ദേഹത്തെ അനുസരിക്കുക എന്നത് മാത്രമായിരുന്നു. കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഒരക്ഷരം പോലും മിണ്ടാതെ വേലിപ്പടികൾ കടന്നു ശാന്തമായി അദ്ദേഹത്തെ വിട്ടുപോകാൻ ഉദ്ദേശിച്ചു. ഒരു പ്രേരണ എന്നെ മുറുക്കിപ്പിടിച്ചു. ഒരു ശക്തി എന്നെ തിരിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കുള്ളിലെ എന്തോ ഒന്ന് എനിക്ക് വേണ്ടി എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പറഞ്ഞു. മിസ്റ്റർ റോച്ചസ്റ്റർ, നിങ്ങളുടെ വലിയ ദയയ്ക്ക് നന്ദി. അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ പോലും എന്നെ മറികടക്കാൻ കഴിയാത്തത്ര വേഗത്തിൽ ഞാൻ നടന്നു. കൊച്ചു അഡൽ എന്നെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മിസസ് ഫെയർഫാക്സ് തന്റെ പതിവ് ലളിതമായ സൗഹൃദത്തോടെ എന്നെ സ്വീകരിച്ചു. ലിയ പുഞ്ചിരിച്ചു. സോഫി പോലും ആഹ്ലാദത്തോടെ എന്നോട് ശുഭരാത്രി പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ഭാവിക്ക് നേരെ ദൃഢനിശ്ചയത്തോടെ കണ്ണുകളടച്ചു. ഉടൻ സംഭവിക്കാനിരിക്കുന്ന വേർപിരിയലിനെക്കുറിച്ചും വരാനിരിക്കുന്ന ദുഃഖത്തെക്കുറിച്ചും എന്നെ താക്കീത് ചെയ്തുകൊണ്ടിരുന്ന ശബ്ദത്തിന് നേരെ ഞാൻ ചെവികളടച്ചു. ചാരകുടി കഴിഞ്ഞ് മിസസ് ഫെയർഫാക്സ് തന്റെ തുന്നൽ ജോലികളെടുത്തു. ഞാൻ അവർക്കരികിൽ ഒരു താഴ്ന്ന ഇരിപ്പിടത്തിലിരുന്നു. അഡൽ പരവതാനിയിൽ മുട്ടുകുത്തി എനിക്കരികിൽ ചേർന്നിരുന്നു. പരസ്പര സ്നേഹത്തിന്റെ ഒരനുഭവം സുവർണ സമാധാനത്തിന്റെ വലയമായി ഞങ്ങളെ ചുറ്റിപ്പറ്റിയപ്പോൾ ഞങ്ങൾ വേഗത്തിലോ അകലെയോ വേർപിരിയരുതെന്ന് ഞാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു. എന്നാൽ ഞങ്ങൾ അങ്ങനെയിരിക്കുമ്പോൾ മിസ്റ്റർ
തോൺഫീൽഡ് ഹാളിലേക്കുള്ള എന്റെ മടങ്ങിവരവിനെ തുടർന്ന് 2 ആഴ്ചത്തെ അനിശ്ചിതമായ ശാന്തത നിലനിന്നു. യജമാനന്റെ വിവാഹത്തെക്കുറിച്ചൊന്നും പറയപ്പെട്ടില്ല. അത്തരമൊരു ചടങ്ങിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നത് ഞാൻ കണ്ടില്ല. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ മിസസ് ഫെയർഫാക്സിനോട് എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുമായിരുന്നു. അവളുടെ മറുപടി എപ്പോഴും ഇല്ല എന്നായിരുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞു, താൻ മിസ്റ്ററോട് ഒരു കാര്യം എന്നെ പ്രത്യേകം അത്ഭുതപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളോ ഇൻഗ്രാം പാർക്കിലേക്കുള്ള സന്ദർശനങ്ങളോ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും അത് 20 മൈൽ അകലെ മറ്റൊരു കൗണ്ടിയുടെ അതിർത്തിയിലായിരുന്നു. എന്നാൽ ഒരു തീവ്ര കാമുകന് ആ ദൂരം എന്തുമാത്രമാണ്? മിസ്റ്റർ റോച്ചസ്റ്ററെ പോലെ പരിശീലനം സിദ്ധിച്ചവനും തളരാത്തവനുമായ ഒരു കുതിരസവാരിക്കാരന് അത് ഒരു പ്രഭാത സവാരി മാത്രമായിരിക്കും. എനിക്ക് വെച്ചുപുലർത്താൻ അവകാശമില്ലാത്ത പ്രതീക്ഷകൾ ഞാൻ വളർത്താൻ തുടങ്ങി. ആ വിവാഹബന്ധം വേർപിരിഞ്ഞുവെന്നും കിംവദന്തികൾ തെറ്റായിരുന്നുവെന്നും ഒന്നുകിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേരും അവരുടെ മനസ്സ് മാറ്റിയെന്നും. എന്റെ യജമാനന്റെ മുഖം ദുഃഖിതമാണോ അതോ രൗദ്രമാണോ എന്ന് ഞാൻ നോക്കാറുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം ഇത്രയധികം ഒരേപോലെ തെളിമയുള്ളതും ദുഷ്ടചിന്തകളില്ലാത്തതുമായ മറ്റൊരു സമയം എനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഞാനും എന്റെ ശിഷ്യയും അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളിൽ എനിക്ക് ഉത്സാഹം കുറയുകയും ഞാൻ അനിവാര്യമായ വിഷാദത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്തപ്പോൾ അദ്ദേഹം കൂടുതൽ സന്തോഷവാനായി. അദ്ദേഹം ഒരിക്കലും എന്നെ ഇത്രയധികം കൂടെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ടില്ല. അവിടെയുള്ളപ്പോൾ എന്നോട് ഇത്രയധികം ദയ കാണിച്ചിട്ടില്ല. അയ്യോ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഇത്രയധികം സ്നേഹിച്ചിട്ടുമില്ല. അധ്യായം 23. ഇംഗ്ലണ്ടിന് മേൽ അതിമനോഹരമായൊരു മധ്യവേനൽ പ്രകാശിച്ചു. ആകാശം അത്രമേൽ ശുദ്ധമായിരുന്നു. സൂര്യൻ അത്രമേൽ തേജസ്സോട് തിളങ്ങി. കടലിനാൽ ചുറ്റപ്പെട്ട ഞങ്ങളുടെ ഈ നാട്ടിൽ ഇത്രയും ദീർഘമായ തെളിഞ്ഞ ദിവസങ്ങൾ അപൂർവമായേ ഉണ്ടാകാറുള്ളൂ. ഇറ്റാലിയൻ ദിനങ്ങളുടെ ഒരു കൂട്ടം തെക്കുനിന്നും പറന്നുവന്ന മനോഹരമായ ദേശാടന പക്ഷികളെപ്പോലെ ആൽബിയന്റെ മലനിരകളിൽ വിശ്രമിക്കാനെത്തിയതുപോലെ തോന്നി. മധ്യവേനൽ സന്ധ്യയിൽ ഹേ ലെയിനിൽ പകുതി ദിവസവും കാട്ടുസ്ട്രോബറികൾ ശേഖരിച്ച് തളർന്ന അടൽ സൂര്യനൊപ്പം തന്നെ ഉറങ്ങാൻ പോയിരുന്നു. ഇപ്പോൾ 24 മണിക്കൂറിലെ ഏറ്റവും മധുരതരമായ സമയമായിരുന്നു. പകലതിന്റെ കഠിനമായ ചൂട് ശമിപ്പിച്ചിരുന്നു. തളർന്ന സമതലങ്ങളിലും വെന്തുരുകിയ മലമുകളിലും തണുത്ത മഞ്ഞുതുള്ളികൾ പതിച്ചു. മേഘങ്ങളുടെ ആഡംബരങ്ങളില്ലാതെ സൂര്യൻ അസ്തമിച്ചയിടത്ത് ഒരു മലനിരയുടെ മുകളിൽ രത്നത്തിന്റെ തിളക്കം പോലെയും ചൂളയിലെ അഗ്നിയുടെയും ചുവന്ന വെളിച്ചം പടർന്നു. അത് ആകാശത്തിന്റെ പകുതിയോളം മൃദുവായ പർപ്പിൾ നിറത്തിൽ വ്യാപിച്ചു നിന്നു. ഞാൻ കുറച്ചുനേരം നടപ്പാതയിലൂടെ നടന്നു. എന്നാൽ ഒരു ജനലിലൂടെ പരിചിതമായ ഒരു ഗന്ധം, ചുരുട്ടിന്റെ മണം ഒഴുകിവന്നു. ലൈബ്രറിയുടെ ജനൽ ഒരു കൈപ്പത്തി വീതിയിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് ആരെങ്കിലും എന്നെ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്നെനിക്ക് തോന്നി. അതിനാൽ ഞാൻ തോട്ടത്തിലേക്ക് മാറിപ്പോയി. ആ പരിസരത്ത് ഇതിലും സുരക്ഷിതവും ഏദൻ തോട്ടത്തിന് സമാനവുമായ മറ്റൊരിടമില്ലായിരുന്നു. അത് മരങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. ഒരു വശത്ത് ഉയർന്ന മതിൽ അതിനെ മുറ്റത്തുനിന്ന് വേർതിരിച്ചു. മറുവശത്ത് ബീച്ച് മരങ്ങളുടെ നിര അതിനെ പുൽത്തകടിൽ നിന്ന് മറച്ചു. താഴെ ഒരു താഴ്ന്ന വേലിയുണ്ടായിരുന്നു. വിജനമായ പാടങ്ങളിൽ നിന്നുള്ള ഏക വേർതിരിവതായിരുന്നു. ലോറൽ ചെടികൾ അതിരിട്ട ഒരു കൂറ്റൻ കുതിര ചെസ്നട്ട് മരത്തിൽ അവസാനിക്കുന്ന വളഞ്ഞുപുളഞ്ഞ ഒരു പാത ആ വേലിയിലേക്ക് നയിച്ചു. അവിടെ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കാമായിരുന്നു. കാട്ടുറോസയും സദേൺ വുഡും ജാസ്മിനും പിങ്കും റോസയും തങ്ങളുടെ സായാഹ്ന സുഗന്ധം പണ്ടേ അർപ്പിച്ചു നയിഞ്ഞിരുന്നു. ഈ പുതിയ ഗന്ധം ചെടികളുടേതോ പൂക്കളുടേതോ അല്ല. എനിക്കത് നന്നായി അറിയാം. അത് മിസ്റ്റർ റോച്ചസ്റ്ററുടെ ചുരുട്ടിന്റെ മണമാണ്. ഞാൻ ചുറ്റും നോക്കി കാതോർത്തു. പഴുത്ത പഴങ്ങൾ നിറഞ്ഞ മരങ്ങൾ ഞാൻ കാണുന്നു. 1/2 മൈൽ അകലെയുള്ള കാട്ടിൽ ഒരു നൈറ്റിംഗേൽ പാടുന്നത് ഞാൻ കേൾക്കുന്നു. ചലിക്കുന്ന രൂപങ്ങളൊന്നും കാണാനില്ല. കാൽപെരുമാറ്റവും കേൾക്കുന്നില്ല. എന്നാൽ ആ സുഗന്ധം വർദ്ധിച്ചുവരുന്നു. എനിക്ക് ഓടിപ്പോകണം. ഞാൻ കുറ്റിച്ചെടികൾക്കിടയിലുള്ള ചെറിയ വാതിലിലേക്ക് നീങ്ങി. അപ്പോൾ മിസ്റ്റർ റോച്ചസ്റ്റർ ഉള്ളിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. പക്ഷേയില്ല. സന്ധ്യാസമയം എനിക്കെന്ന പോലെ അദ്ദേഹത്തിനും ആസ്വാദ്യകരമാണ്. ഈ പുരാതന തോട്ടം അത്രമേൽ ആകർഷകവുമാണ്. അദ്ദേഹം സാവധാനം നടന്നുവരുന്നു. ഇടയ്ക്ക് പ്ലംപഴത്തോളം വലിപ്പമുള്ള പഴങ്ങൾ കാണാൻ ഗൂസ്ബെറി ചെടിയുടെ കൊമ്പുകൾ ഉയർത്തി നോക്കുന്നു. മതിലിൽ പറ്റിപ്പിടിച്ചു വളർന്ന ചെടിയിൽ നിന്ന് പഴുത്ത ചെറിപ്പഴം പറിക്കുന്നു. പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാനോ ഇതളുകളിലെ മഞ്ഞുതുള്ളികളെ അഭിനന്ദിക്കാനോ വേണ്ടി പൂക്കൂട്ടങ്ങളിലേക്ക് കുനിയുന്നു. ഒരു വലിയ ശലഭം എന്നെ കടന്നുപോയി. അത് മിസ്റ്റർ. ചരൽക്കല്ലുകളുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ ഞാൻ പുല്ലിലൂടെ നടന്നു. ഞാൻ കടന്നുപോകേണ്ടിയിരുന്നയിടത്ത് 1-2 വാര അകലെ അദ്ദേഹം നിൽക്കുകയായിരുന്നു. ആ ശലഭം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എനിക്ക് ശബ്ദമില്ലാതെ കടന്നുപോകാം, ഞാൻ ചിന്തിച്ചു. ഞാൻ ശബ്ദമുണ്ടാക്കിയില്ല. അദ്ദേഹത്തിന് പിന്നിൽ കണ്ണുകളില്ല. അദ്ദേഹത്തിന്റെ നിഴലിന് എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുമോ? അവന്റെ ചിറകുകൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞു. ഇതെന്നെ ഒരു വെസ്റ്റ് ഇന്ത്യൻ പ്രാണിയെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും വനുതും മനോഹരവുമായ ഒരു രാത്രി സഞ്ചാരിയെ ഇംഗ്ലണ്ടിൽ അധികം കാണാറില്ല. ദാ, ആ ശലഭം പറന്നുപോയി. ഞാനും ലജ്ജയോടെ പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ മിസ്റ്റർ, ചില സമയങ്ങളിൽ മറുപടി പറയാൻ എന്റെ നാവ് വേഗത്തിൽ ചലിക്കുമെങ്കിലും ഒരു ഒഴുകു കണ്ടെത്തേണ്ടി വരുമ്പോൾ അതെന്നെ ചതിക്കാറുണ്ടെന്നെന്റെ ഒരു കുറവാണ്. പ്രത്യേകിച്ച് പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വാക്കാവശ്യമുള്ളപ്പോൾ. ഈ സന്ധ്യാസമയത്ത് മിസ്റ്റർ റോച്ചസ്റ്ററുടെ കൂടെ തോട്ടത്തിൽ തനിച്ചു നടക്കാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് പോകാൻ ഒരു കാരണം കണ്ടെത്താനും എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു. എന്നിട്ടൊരു നെടുവീർപ്പോടെ നിർത്തി. എന്നാൽ ഞാൻ ചോദിച്ചു, നീ പോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജെയിൻ. വളരെ വേഗം. അതായത് മിസ് അയർ,
ജെയിൻ, നീ ഓർക്കുന്നുണ്ടാകും, ഞാനോ അല്ലെങ്കിൽ കിംവദന്തികളോ ആദ്യമായി നിന്നോട് വ്യക്തമായി സൂചിപ്പിച്ചത് എന്റെ പഴയ ബാച്ചിലർ കഴുത്ത് ആ വിശുദ്ധ കുരുക്കിലേക്കിടാൻ, അതായത് വിവാഹമെന്ന പുണ്യകരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ, ചുരുക്കത്തിൽ മിസ് ഇൻഗ്രാമിനെ എന്റെ ഹൃദയത്തോട് ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെന്ന്. അവൾ കൈകളിൽ ഒതുങ്ങാത്തവളാണ്, പക്ഷെ അതല്ല കാര്യം. എന്റെ സുന്ദരിയായ ബ്ലാഞ്ചിനെ പോലെയുള്ള ഒരു വിശിഷ്ട വസ്തു എത്ര അധികമായാലും കുഴപ്പമില്ല. ശരി, ഞാൻ പറഞ്ഞു വന്നത്, ജെയിൻ, എന്നെ ശ്രദ്ധിക്കൂ. കൂടുതൽ ശലഭങ്ങളെ നോക്കി നീ തലതിരിക്കുകയല്ലോ, ആണോ? ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നീയാണെന്നോട് ആദ്യം പറഞ്ഞത്, നിന്നിൽ ഞാൻ ബഹുമാനിക്കുന്ന ആ വിവേകത്തോടെ, നിന്റെ ഉത്തരവാദിത്തപ്പെട്ടതും ആശ്രിതവുമായ സ്ഥാനത്തിന് അനുയോജ്യമായ ആ ദീർഘവീക്ഷണത്തോടും ജാഗ്രതയോടും വിനയത്തോടും കൂടി ഞാൻ മിസ് ഇൻഗ്രാമിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീയും ചെറിയ അടലും ഉടൻ തന്നെ ഇവിടം വിട്ടുപോകുന്നതാണ് നല്ലതെന്ന്. എന്റെ പ്രീതമയുടെ സ്വഭാവത്തിന്മേൽ ഈ നിർദ്ദേശം വരുത്തിവെച്ച ആ അധിക്ഷേപത്തെ ഞാൻ അവഗണിക്കുന്നു. തീർച്ചയായും ജാനറ്റ്, നീ ദൂരെയായിരിക്കുമ്പോൾ ഞാനത് മറക്കാൻ ശ്രമിക്കും. ഞാനതിന്റെ വിവേകത്തെ മാത്രമേ ശ്രദ്ധിക്കൂ. അത് എന്റെ പ്രവർത്തന നിയമമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഏകദേശം 1 മാസത്തിനുള്ളിൽ ഞാനൊരു വരനാകാൻ പോകുന്നു, മിസ്റ്റർ തുടർന്നു. നന്ദി സർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. ഓ, മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരാശ്രിത തന്റെ ജോലി നീ ചെയ്തതുപോലെ ഭംഗിയായി ചെയ്യുമ്പോൾ തന്റെ തൊഴിലുടമയിൽ നിന്ന് ചെറിയ സഹായങ്ങൾ ലഭിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. എന്റെ ഭാവി അമ്മായിയമ്മ വഴി നിനക്കനുയോജ്യമായ ഒരു സ്ഥലം ഞാൻ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. അയർലൻഡിലെ കൊനാട്ടിലുള്ള ബിറ്റർനെറ്റ് ലോഡ്ജിലെ മിസസ് ഡയോണീഷ്യസ് ഒഗാലിന്റെ 5 പെൺമക്കളെ പഠിപ്പിക്കുകയാണ് ആ ജോലി. ഞാനിത് അറിയാതെ പറഞ്ഞുപോയി. എന്റെ നിയന്ത്രണമില്ലാതെ കണ്ണുനീരൊഴുകി. ഞാൻ ശബ്ദമുണ്ടാക്കി കരഞ്ഞെങ്കിലും തേങ്ങലുകൾ അടക്കിപ്പിടിച്ചു. മിസ്സിസ് ഒഗാലിനെക്കുറിച്ചുള്ള ചിന്ത. അതെ, തീർച്ചയായും നീ അയർലൻഡിലെ ബിറ്റർനെറ്റ് ലോഡ്ജിൽ എത്തിയാൽ പിന്നെ ഞാൻ നിന്നെ കാണില്ല ജെയിൻ, അതുറപ്പാണ്. എനിക്ക് അയർലൻഡിലേക്ക് വരാൻ താൽപ്പര്യമില്ല. സുഹൃത്തുക്കൾ വേർപിരിയാൻ പോകുന്ന ഈ സമയത്ത് ബാക്കിയുള്ള കുറച്ചു സമയം പരസ്പരം അടുത്ത് ചെലവഴിക്കാൻ അവർ ആഗ്രഹിക്കും. വരൂ, ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്ന ഈ സമയത്ത് നമുക്ക് യാത്രയെക്കുറിച്ചും വേർപിരിയലിനെക്കുറിച്ചും അരമണിക്കൂറോളം സംസാരിക്കാം. ഇതാ ആ ചെസ്നട്ട് മരം, അതിന്റെ പഴയ വേരുകൾക്കടുത്തുള്ള ഈ ബെഞ്ചിലിരിക്കാം. അയർലൻഡിലേക്ക് വലിയ ദൂരമുണ്ട് ജാനറ്റ്. നിന്നെ ഇത്രയും ദൂരേക്ക് അയക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്കിതിലും നല്ലത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? കാരണം, അദ്ദേഹം പറഞ്ഞു, നിന്നോടെനിക്ക് ചിലപ്പോൾ ഒരു വിചിത്രമായ തോന്നലുണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് നീ എന്റെ അടുത്തിരിക്കുമ്പോൾ. എന്റെ ഇടതുവശത്തെ വാരിയെല്ലുകൾക്ക് താഴെ എവിടെയോ ഒരു ചരട് നിന്റെ ശരീരത്തിലെ സമാനമായ ഒരിടവുമായി മുറുക്കി കെട്ടിയിരിക്കുന്നതുപോലെ എനിക്ക് തോന്നുന്നു. നമ്മൾക്കിടയിൽ ആ പ്രക്ഷിപ്തമായ കടലെടുക്കും 100 കണക്കിന് മൈൽ ദൂരവും വരുമ്പോൾ ആ ആത്മബന്ധത്തിന്റെ ചരട് പൊട്ടിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് രക്തം വാർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ജെയിൻ, ആ കാട്ടിൽ നൈറ്റിംഗേൽ പാടുന്നത് നീ കേൾക്കുന്നുണ്ടോ? അത് കേട്ടപ്പോൾ എനിക്ക് നിയന്ത്രിക്കാനായില്ല. ഞാൻ വിങ്ങിക്കരഞ്ഞു. എന്റെ ഉള്ളിലെ വേദന അത്രമേൽ കഠിനമായിരുന്നു. ഞാൻ ആകെ ഉലഞ്ഞുപോയി. തോൺഫീൽഡ് വിട്ടുപോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ തോൺഫീൽഡിനെ സ്നേഹിക്കുന്നു. കാരണം ഞാനിവിടെ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. ഇവിടെ ആരും എന്നെ ചവിട്ടിമെതിച്ചിട്ടില്ല. ഞാൻ മരവിച്ചുപോയിട്ടില്ല. താഴ്ന്ന ചിന്താഗതിയുള്ളവർക്കിടയിൽ ഞാൻ അടയ്ക്കപ്പെട്ടിട്ടില്ല. പ്രകാശപൂർണവും ഊർജ്ജസ്വലവും ഉന്നതവുമായ ചിന്തകളുമായി സംവദിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഞാൻ ആദരിക്കുന്നവരോടും ഞാൻ ആനന്ദം കണ്ടെത്തുന്നവരോടും മൗലികവും ഊർജ്ജസ്വലവും വിശാലവുമായ ഒരു മനസ്സിനോടും ഞാൻ മുഖാമുഖം സംസാരിച്ചിട്ടുണ്ട്. മിസ്റ്റർ റോച്ചസ്റ്റർ, ഞാൻ നിങ്ങളെ അറിഞ്ഞു. നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി വേർപിരിയേണ്ടി വരുന്നത് എന്നെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. എവിടേക്ക്? എന്റെ വധു? ഏതു വധു? ഇല്ല, നിങ്ങൾ എവിടെ നിൽക്കണം? അതെ, അങ്ങനെയാണ് സർ, ഞാൻ മറുപടി പറഞ്ഞു. എങ്കിലും അങ്ങനെയല്ല. കാരണം നിങ്ങളൊരു വിവാഹിതനാണ്, അല്ലെങ്കിൽ വിവാഹിതനെ പോലെയാണ്. നിങ്ങളെക്കാൾ താഴ്ന്ന ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു സഹതാപവുമില്ലാത്ത ഒരാളെ. നിങ്ങൾ അവളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ അവളെ പരിഹസിക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ച് ജെയിൻ? അതെ, അയർലൻഡിലേക്ക്. ലോറൽ നടപ്പാതയിലൂടെ ഒരു കാറ്റ് വീശി. അത് ചെസ്നട്ട് മരത്തിന്റെ ചില്ലകളിലൂടെ വിറച്ചു കരന്നുപോയി. അത് അകലേക്ക്, അനന്തമായ ദൂരത്തേക്ക് അലഞ്ഞുപോയി. അത് നിലച്ചു. ആ നേരത്തെ ഏക ശബ്ദം രാപ്പാടിയുടെ പാട്ടായിരുന്നു. അത് കേട്ടുകൊണ്ട് ഞാൻ വീണ്ടും കരഞ്ഞു. മിസ്റ്റർ റോച്ചസ്റ്റർ ശാന്തനായിരുന്ന് എന്നെ സൗമ്യമായും ഗൗരവമായും നോക്കി. എന്റെ വധു ഇവിടെയുണ്ട്, എന്നെ വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കാരണം എനിക്ക് തുല്യമായവളും എന്നെപ്പോലെയുള്ളവളും ഇവിടെയുണ്ട്. അദ്ദേഹം ആവേശത്തോടെ ചോദിച്ചു. ചെറിയ സംശയക്കാരി, നിനക്ക് ബോധ്യപ്പെടും. മിസ് ഇൻഗ്രാമിനോട് എനിക്ക് എന്ത് സ്നേഹമാണുള്ളത്? ഒന്നുമില്ല, അത് നിനക്കറിയാം. അവൾക്ക് എന്നോടെന്ത് സ്നേഹമാണുള്ളത്? ഒന്നുമില്ല, അത് തെളിയിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു. എന്റെ സമ്പത്ത് വിചാരിച്ചതിന്റെ 1/3 പോലും ഇല്ലെന്നൊരു കിംവദന്തി ഞാൻ അവളിലേക്കെത്തിച്ചു. അതിനുശേഷം ഫലം കാണാൻ ഞാൻ അവളുടെ മുന്നിൽ ചെന്നു. അവളിൽ നിന്നും അവളുടെ അമ്മയിൽ നിന്നും തണുത്ത പ്രതികരണമായിരുന്നു ഉണ്ടായത്.
എനിക്ക് മിസ് ഇൻഗ്രാമിനെ വിവാഹം കഴിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്യില്ല. എന്റെ സ്വന്തം ശരീരത്തെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ ജെയിൻ, എനിക്ക് നിന്നെ എന്റേതായി വേണം, പൂർണ്ണമായും എന്റേതായി. നീ എന്റേതാകുമോ? മിസ്റ്റർ, അതാ ചുരുട്ടിക്കൂട്ടിയ പോരലേറ്റ ഒരു പേജിനേക്കാൾ വ്യക്തതയൊന്നും അതിനുണ്ടാകില്ലെന്ന് നിനക്ക് കാണാം, അദ്ദേഹം ഉദ്ഘോഷിച്ചു. എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു. ആവേശത്തോടെ കൂട്ടിച്ചേർത്തു. ജെയിൻ, എന്നെ വേഗം സ്വീകരിക്കൂ. നിങ്ങൾ കാര്യമായി പറയുകയാണോ? നിങ്ങൾ എന്നെ സത്യമായും സ്നേഹിക്കുന്നുണ്ടോ? ഇടപെടാൻ ആരുമില്ല സാർ. ഇല്ല, അതാണിതിലെ ഏറ്റവും നല്ല കാര്യം, അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അല്പം കുറച്ചാണ് സ്നേഹിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരരീതിയും ആഹ്ലാദപ്രകടനവും ക്രൂരമാണെന്നെനിക്ക് തോന്നുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് വേർപിരിയലിന്റെ പേടി സ്വപ്നത്തിൽ നിന്നുണർന്ന് ഒത്തുചേരലിന്റെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെട്ട് അത്രയധികം സമൃദ്ധിയായി എനിക്ക് ലഭിച്ച ആനന്ദത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹം പിറുപിറുത്തു. ഇതു പരിഹാരമാകും. സുഹൃത്തുക്കളില്ലാത്തവളും തണുത്തുവിറച്ചവളും ആശ്വാസമില്ലാത്തവളുമായല്ലേ ഞാൻ അവളെ കണ്ടെത്തിയത്. ഞാൻ അവളെ സംരക്ഷിക്കുകയും ലാളിക്കുകയും ആശ്വസിക്കുകയും ചെയ്യില്ലേ? എന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലേ? എന്റെ തീരുമാനങ്ങളിൽ ഉറപ്പില്ലേ? ദൈവത്തിന്റെ കോടതിയിൽ ഇതിനു പ്രായശ്ചിത്തമാകും. ഞാൻ ചെയ്യുന്നത് എന്റെ സ്രഷ്ടാവ് അംഗീകരിക്കുന്നുവെന്നെനിക്കറിയാം. ലോകത്തിന്റെ വിധിക്ക് ഞാൻ അതിൽ നിന്ന് കൈകഴുകുന്നു. എന്നാൽ രാത്രിക്ക് എന്ത് സംഭവിച്ചു? ചന്ദ്രൻ ഇതുവരെ അസ്തമിച്ചിരുന്നില്ല. ഞങ്ങളെല്ലാവരും നിഴലിലായിരുന്നു. അത്ര അടുത്തിരുന്നിട്ടും എന്റെ യജമാനന്റെ മുഖം എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ചെസ്നട്ട് മരത്തിനെന്തുപറ്റി? നമുക്ക് അകത്തേക്ക് പോകണം, മിസ്റ്റർ റോച്ചസ്റ്റർ പറഞ്ഞു. കാലാവസ്ഥ മാറുകയാണ്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറയേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു മേഘത്തിൽ നിന്ന് തിളക്കമുള്ള ഒരു മിന്നൽ പിണർ പുറത്തേക്ക് ചാടി. അവിടെ ഒരു പൊട്ടലും തകർച്ചയും അടുത്തടുത്തായുള്ള ഇടിമുഴക്കവുമുണ്ടായി. മിസ്റ്ററിനെതിരെ എന്റെ കണ്ണുകൾ ഒളിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. മഴ ആർത്തലച്ചു പെയ്തു. അദ്ദേഹം എന്നെ വേഗത്തിൽ നടപ്പാതയിലൂടെയും പറമ്പിലൂടെയും വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഉമ്മറപ്പടി കടക്കുന്നതിനു മുൻപ് ഞങ്ങൾ പൂർണ്ണമായും നനഞ്ഞിരുന്നു. ഹാളിൽ വെച്ച് അദ്ദേഹം എന്റെ ഷോൾ അഴിച്ചുമാറ്റുകയും എന്റെ അഴിഞ്ഞുപോയ മുടിയിലെ വെള്ളം കുടഞ്ഞു കളയുകയും ചെയ്യുമ്പോഴാണ് മിസസ് ഫെയർഫാക്സ് തന്റെ മുറിയിൽ നിന്ന് പുറത്തുവന്നത്. ആദ്യം ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. മിസ്റ്റർ റോച്ചസ്റ്ററും ശ്രദ്ധിച്ചില്ല. വിളക്ക് തെളിച്ചിരുന്നു. അദ്ദേഹം എന്നെ ആവർത്തിച്ചു ചുംബിച്ചു. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് മാറി ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ വിളറിയ മുഖത്തോടെ ഗൗരവത്തിലും അത്ഭുതത്തിലും ആ വിധവ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് മുകളിലേക്ക് ഓടി. വിശദീകരണം മറ്റൊരു സമയത്താകാം, ഞാൻ ചിന്തിച്ചു. എങ്കിലും എന്റെ മുറിയിലെത്തിയപ്പോൾ താൻ കണ്ടതിനെ അവൾ താൽക്കാലികമായെങ്കിലും തെറ്റിദ്ധരിക്കുമല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം തോന്നി. എന്നാൽ സന്തോഷം ഉടൻ തന്നെ മറ്റെല്ലാ വികാരങ്ങളെയും മായ്ച്ചുകളഞ്ഞു. കാറ്റ് ശക്തമായി വീശിയപ്പോഴും ഇടിമുഴക്കം അടുത്തും ആഴത്തിലുമുണ്ടായപ്പോഴും മിന്നൽ അതിശക്തമായും ഇടയ്ക്കിടെയും മിന്നിയപ്പോഴും 2 മണിക്കൂർ നീണ്ടുനിന്ന കൊടുങ്കാറ്റിൽ മഴ വെള്ളച്ചാട്ടം പോലെ പെയ്തപ്പോഴും എനിക്ക് ഭയമോ വലിയ അത്ഭുതമോ തോന്നിയില്ല. മിസ്റ്റർ, രാവിലെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് ചെറിയ അടൽ ഓടിവന്ന് എന്നോട് പറഞ്ഞു, തോട്ടത്തിന്റെ താഴെയുള്ള വലിയ കുതിര ചെസ്നട്ട് മരത്തിൽ രാത്രി മിന്നലേറ്റുവെന്നും അതിന്റെ പകുതി പിളർന്നുപോയെന്നും. അധ്യായം 24. ഞാൻ എഴുന്നേറ്റ് വസ്ത്രം ധരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതൊരു സ്വപ്നമാണോ എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു. മിസ്റ്റർ കാണുന്നതുവരെ എനിക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറപ്പില്ലായിരുന്നു. മുടി ചീകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ണാടിയിൽ എന്റെ മുഖം നോക്കി. അതിനിമേൽ സാധാരണമായ ഒന്നല്ലെന്നെനിക്ക് തോന്നി. അതിന്റെ ഭാവത്തിൽ പ്രതീക്ഷയും നിറത്തിൽ ജീവനുമുണ്ടായിരുന്നു. എന്റെ കണ്ണുകൾ സാഫല്യത്തിന്റെ ഉറവിടം കണ്ടതുപോലെയും ആ തിളക്കമാർന്ന ഓളങ്ങളിൽ നിന്ന് രശ്മികൾ കടമെടുത്തതുപോലെയും തോന്നി. എന്റെ മുഖം കണ്ട് അദ്ദേഹം പ്രീതനാകില്ലെന്ന് ഭയപ്പെട്ടിരുന്നതിനാൽ പലപ്പോഴും എന്റെ യജമാനനെ നോക്കാൻ ഞാൻ മടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാമെന്നും എന്റെ ഭാവം അദ്ദേഹത്തിന്റെ സ്നേഹത്തെ തണുപ്പിക്കില്ലെന്നും എനിക്കുറപ്പായിരുന്നു. രാത്രിയിലെ കൊടുങ്കാറ്റിനു ശേഷം ശോഭനമായ ഒരു ജൂൺ പ്രഭാതം വന്നത് കണ്ടപ്പോഴും തുറന്നുകിടന്ന ഗ്ലാസ് വാതിലിലൂടെ ശുദ്ധവും സുഗന്ധപൂരിതവുമായ കാറ്റു വീശുന്നതനുഭവിച്ചപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഞാൻ ഇത്ര സന്തോഷവതിയായിരിക്കുമ്പോൾ പ്രകൃതിയും ആനന്ദഭരിതമായിരിക്കണമല്ലോ. ഒരു ഭിക്ഷക്കാരിയും അവളുടെ ചെറിയ മകനും, 2 പേരും വിളറിയവരും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരും നടപ്പാതയിലൂടെ വരികയായിരുന്നു. ഞാൻ താഴേക്ക് ഓടിച്ചെന്ന് എന്റെ പേഴ്സിലുണ്ടായിരുന്ന പണമെല്ലാം അവർക്ക് നൽകി. ഏകദേശം 3-4 ഷില്ലിങ്ങുകൾ. നല്ലതായാലും ചീത്തയായാലും അവരെന്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരണം. മിസസ് ഭക്ഷണസമയത്ത് അവർ ശാന്തയും തണുപ്പൻ മട്ടുകാരിയുമായിരുന്നു. എന്നാൽ അപ്പോൾ എനിക്ക് അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞില്ല. വിശദീകരണങ്ങൾ നൽകാൻ എന്റെ യജമാനനായി ഞാൻ കാത്തിരിക്കണം. അവരും അങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് കഴിയുന്നത്ര ഞാൻ കഴിച്ചു. എന്നിട്ട് വേഗത്തിൽ മുകളിലേക്ക് പോയി. "നീ എങ്ങോട്ടാണ് പോകുന്നത്, മിസ്റ്റർ? ഇവിടെ വന്നെന്നോട് സുപ്രഭാതം പറയൂ," അദ്ദേഹം പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി. എനിക്ക് ലഭിച്ചത് വെറുമൊരു തണുത്ത വാക്കുകളോ കൈകൊടിക്കലോ ആയിരുന്നില്ല,
മറിച്ചൊരു ആലിംഗനവും ചുംബനവുമായിരുന്നു. ജെയിൻ, നീ പ്രസന്നവതിയായും പുഞ്ചിരിക്കുന്നവളായും സുന്ദരിയായും ഇരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ നീ ശരിക്കും സുന്ദരിയാണ്. ഇതാണോ എന്റെ വിളറിയ ചെറിയ കുട്ടിഭൂതം? ഇതാണോ എന്റെ കടുകുമണി? താമസിയാതെ ജെയിൻ റോച്ചസ്റ്റർ ആകും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 ആഴ്ചയ്ക്കുള്ളിൽ ജാനറ്റ്. ഒരു ദിവസം പോലും വൈകില്ല. ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതെന്നെ തലകറങ്ങുന്നതുപോലെയാക്കി. അതേ മിസ്സസ് റോച്ചസ്റ്റർ, അദ്ദേഹം പറഞ്ഞു. യുവതിയായ മിസ്സസ്, അതൊരിക്കലും സംഭവിക്കില്ല സർ. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. മനുഷ്യർ ഈ ലോകത്ത് ഒരിക്കലും പൂർണ്ണമായ സന്തോഷം അനുഭവിക്കുന്നില്ല. അതെനിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഞാനത് ചെയ്യും. ഞാൻ ഇന്ന് തന്നെ അത് തുടങ്ങും. ലണ്ടനിലെ എന്റെ ബാങ്കർക്ക് അദ്ദേഹത്തിന്റെ പക്കലുള്ള ചില ആഭരണങ്ങൾ അയച്ചു തരാൻ പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ കത്തെഴുതി. തോൺഫീൽഡിലെ സ്ത്രീകൾക്കുള്ള പാരമ്പര്യ സ്വത്താണവ. ഒരിക്കലും ആഭരണങ്ങൾ വർഷിക്കരുത്. അവയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. വേണ്ട സർ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ. മറ്റൊരു രീതിയിൽ. നിസ്സാരവും അപ്രധാനവും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്വപ്നം കാണുകയാണ് സർ. അല്ലെങ്കിൽ നിങ്ങൾ പരിഹസിക്കുകയാണ്. ലോകം നിന്നെ ഒരു സുന്ദരിയായി അംഗീകരിക്കാൻ ഞാൻ ഇടയാക്കും, അദ്ദേഹം തുടർന്നു. അദ്ദേഹം സ്വീകരിച്ച ആ രീതിയിൽ എനിക്ക് അസ്വസ്ഥത തോന്നി. കാരണം അദ്ദേഹം ഒന്നുകിൽ സ്വയം വഞ്ചിക്കുകയാണെന്നോ അല്ലെങ്കിൽ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്നോ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ല സർ. ഞാൻ ഇനി നിങ്ങളുടെ ജെയിൻ ഐർ ആയിരിക്കില്ല. മറിച്ചൊരു കോമാളിയുടെ വസ്ത്രം ധരിച്ച കുരങ്ങനായിരിക്കും. കടമെടുത്ത തൂവലുകൾ വെച്ചൊരു കാക്കയെപ്പോലെ. ഞാനൊരു കൊട്ടാരത്തിലെ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ മിസ്റ്റർ റോച്ചസ്റ്റർ നിങ്ങൾ നാടകവേഷങ്ങൾ ധരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളെ സുന്ദരൻ എന്ന് വിളിക്കില്ല സർ. എങ്കിലും ഞാൻ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. നിങ്ങളെ മുഖസ്തുതി പറയാൻ കഴിയാത്തത്ര ആഴത്ത്. എന്റെ എതിർപ്പ് ശ്രദ്ധിക്കാതെ അദ്ദേഹം തന്റെ സംസാരം തുടർന്നു. ഇന്ന് തന്നെ ഞാൻ നിന്നെ വണ്ടിയിൽ മിൽക്കോട്ടിലേക്ക് കൊണ്ടുപോകൂ. നീ നിനക്കായി ചില വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം. 4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വിവാഹിതരാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. താഴെയുള്ള പള്ളിയിൽ വെച്ച് വിവാഹം ലളിതമായി നടക്കും. അതിനുശേഷം ഞാൻ നിന്നെ ഉടൻ തന്നെ നഗരത്തിലേക്ക് കൊണ്ടുപോകും. നീ പാരീസ്, റോം, നേപ്പിൾസ് എന്നിവിടങ്ങളിൽ താമസിക്കും. ഫ്ലോറൻസ്, വെനീസ്, വിയന്ന എന്നിവിടങ്ങളിലും. ഞാൻ അലഞ്ഞു തിരിഞ്ഞ ഇടങ്ങളിലെല്ലാം നീയും സഞ്ചരിക്കും. ഞാൻ എവിടെയെല്ലാം കാലുകുത്തിയോ അവിടെയെല്ലാം നിന്റെ വനദേവതയുടെ പാദങ്ങളും പതിയും. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ഞാനൊരു മാലാഖയല്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. മരിക്കുന്നതുവരെ ഞാൻ ഒന്നാവുകയുമില്ല. ഞാൻ ഞാനായി തന്നെയിരിക്കും മിസ്റ്റർ. കുറച്ചുകാലത്തേക്ക് ഒരുപക്ഷേ നീ ഇപ്പോഴുള്ളതുപോലെയായിരിക്കും. വളരെ കുറച്ചുകാലം. പിന്നെ നീ തണുപ്പൻ മട്ടുകാരിയാകും. പിന്നെ നീ ചഞ്ചല ചിത്തയാകും. പിന്നെ നീ കർക്കശക്കാരിയാകും. നിന്നെ പ്രീണിപ്പിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ നീ എന്നോട് നന്നായി ശീലിച്ചു കഴിഞ്ഞാൽ നീ ഒരുപക്ഷെ എന്നെ വീണ്ടും ഇഷ്ടപ്പെട്ടേക്കാം. ഇഷ്ടപ്പെടുക എന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സ്നേഹിക്കുക എന്നല്ല. നിന്റെ സ്നേഹം 6 മാസത്തിനുള്ളിലോ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിലോ കെട്ടടങ്ങുമെന്ന് ഞാൻ കരുതുന്നു. പുരുഷന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഭർത്താവിന്റെ ആവേശം നീണ്ടു നിൽക്കുന്ന പരമാവധി കാലയളവ് അതാണെന്ന്. അരോചകം. നിങ്ങളെ വീണ്ടും ഇഷ്ടപ്പെടുകയോ? നിങ്ങൾക്ക് അത്തരമൊരു സ്വഭാവമുള്ള ആളെ പരിചയമുണ്ടോ സാർ? നിന്നെപ്പോലെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ജെയിൻ, നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. നീ എന്നെ കീഴടക്കുന്നു. നീ വഴങ്ങുന്നതായി തോന്നുന്നു. നീ നൽകുന്ന ആ വഴക്കം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ആ മൃദുവായ പട്ടുനൂൽ എന്റെ വിരലിൽ ചുറ്റുമ്പോൾ അതെന്റെ കൈയിലൂടെ ഹൃദയത്തിലേക്കൊരു തരംഗം അയക്കുന്നു. ഞാൻ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു, കീഴടക്കപ്പെട്ടിരിക്കുന്നു. ആ സ്വാധീനം എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ മധുരതരമാണ്. ഞാൻ അനുഭവിക്കുന്ന ഈ കീഴടങ്ങളിന് എനിക്ക് നേടാൻ കഴിയുന്ന ഏതൊരു വിജയത്തെക്കാളും വലിയൊരു വശ്യതയുണ്ട്. നീ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് ജെയിൻ? ഞാൻ ചിന്തിക്കുകയായിരുന്നു സാർ. ആ ചിന്തയ്ക്ക് എന്നോട് ക്ഷമിക്കണം. അതറിയാതെ വന്നതാണ്. ഹെർക്കുലീസിനെയും സാംസനെയും അവരെ വശീകരിച്ച സ്ത്രീകളെയും കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നീ അങ്ങനെയായിരുന്നു. നീ ഒരു ചെറിയ കുട്ടിഭൂതം. മിണ്ടാതിരിക്കൂ സാർ. ആ മാന്യന്മാർ വിവേകത്തോടെ പ്രവർത്തിച്ചതിനേക്കാൾ വിവേകത്തോടെയല്ല നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. എന്നിരുന്നാലും അവർ വിവാഹിതരായിരുന്നെങ്കിൽ ഭർത്താക്കന്മാരെന്ന നിലയിലുള്ള അവരുടെ കാർക്കശ്യം കൊണ്ട് കാമുകന്മാരെന്ന നിലയിലുള്ള അവരുടെ മൃദുത്വം അവർ പരിഹരിക്കുമായിരുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പറയൂ. എനിക്കറിയാം, നിന്റെ അഭ്യർത്ഥന തൽക്കാലം അനുവദിച്ചിരിക്കുന്നു. എന്റെ ബാങ്കർ കഴിച്ച ഉത്തരവ് ഞാൻ പിൻവലിക്കാം. അദ്ദേഹം അസ്വസ്ഥനായി കാണപ്പെട്ടു. എന്ത്? അദ്ദേഹം ധൃതിയിൽ ചോദിച്ചു. ഇപ്പോൾ അഹശ്വേരോഷ് രാജാവേ, നിങ്ങളുടെ പകുതി സ്വത്തുകൊണ്ട് എനിക്ക് എന്തു വേണം? ഞാൻ ഭൂമിയിൽ നല്ല നിക്ഷേപം തേടുന്ന ഒരു യഹൂദ പലിശക്കാരനാണെന്ന് നിങ്ങൾ കരുതുന്നോ? എനിക്ക് നിങ്ങളുടെ പൂർണ്ണമായ വിശ്വാസമാണ് വേണ്ടത്. എന്റെ എല്ലാ വിശ്വാസവും നിനക്ക് നൽകാം ജെയിൻ. പക്ഷെ ദൈവത്തെ ഓർത്ത് ഉപയോഗശൂന്യമായ ഒരു ഭാരം ആഗ്രഹിക്കരുത്. എന്തുകൊണ്ട് പാടില്ല സാർ? കീഴടക്കപ്പെടാൻ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നും നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് എത്ര സന്തോഷകരമാണെന്ന് നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞതേയുള്ളൂ. അത്തരമൊരു പരീക്ഷണത്തിന് ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അങ്ങനെയാണോ സാർ? നിങ്ങൾ പെട്ടെന്ന് വഴങ്ങുന്നു. ഇപ്പോൾ നിങ്ങളെ കാണാൻ എത്ര ഗൗരവമുണ്ട്. വിവാഹശേഷമുള്ള നിന്റെ ഭാവം ഇതാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വെറുമൊരു ഭൂതത്തോടോ സലാമാണ്ടരോടോ ഒപ്പം ജീവിക്കുക എന്ന ചിന്ത ഞാൻ ഉടൻ ഉപേക്ഷിക്കും. ദാ, നിങ്ങളിപ്പോൾ ഒട്ടും മര്യാദ കാണിക്കുന്നില്ല. മുഖസ്തുതിയേക്കാൾ എനിക്കിഷ്ടം പരുഷമായ പെരുമാറ്റമാണ്. ഒരു മാലാഖയാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു വസ്തു ആയിരിക്കുന്നതാണ്. അത്രയുള്ളൂ.
ഇപ്പോൾ അദ്ദേഹം തന്റെ കറുത്ത പുരികങ്ങൾ വിടർത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ മുടി തലോടി, ഒരു അപകടം ഒഴിവായതിൽ സന്തോഷിക്കുന്നതുപോലെ. എനിക്ക് സമ്മതിക്കാമെന്ന് തോന്നുന്നു, അദ്ദേഹം തുടർന്നു. നിനക്ക് അല്പം ദേഷ്യം വന്നാലും ജെയിൻ, നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ എത്രമാത്രം അഗ്നിസ്വരൂപിയാകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി തണുത്ത നിലാവിൽ നീ വിധിക്കെതിരെ മത്സരിക്കുകയും എന്റെ തുല്യയായി നിന്റെ സ്ഥാനം അവകാശപ്പെടുകയും ചെയ്തപ്പോൾ നീ തിളങ്ങുകയായിരുന്നു. തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്തു. മികച്ചത്. ഇപ്പോൾ നീ ചെറുതാണ്, എന്റെ ചെറുവിരലിന്റെ അറ്റത്തേക്കാൾ വലിപ്പമില്ലാത്തവൾ. ആ രീതിയിൽ പ്രവർത്തിച്ചത് വലിയ നാണക്കേടും അപമാനവുമാണ്. അവളുടെ വികാരങ്ങൾ ഒന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അഹങ്കാരം. അത് അടിച്ചമർത്തപ്പെടേണ്ടതുണ്ട്. സാരമില്ല മിസ്റ്റർ റോച്ചസ്റ്റർ, അതറിയുന്നത് നിങ്ങൾക്കൊട്ടും താൽപ്പര്യമുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൾ ഉണർന്നു. അവൾ പുഞ്ചിരിക്കാനൊരു ശ്രമം നടത്തി, അഭിനന്ദനത്തിന്റെ ഏതാനും വാക്കുകൾ പറഞ്ഞു. പക്ഷേ ആ പുഞ്ചിരി മാഞ്ഞുപോയി. വാചകം അപൂർണമായി അവസാനിച്ചു. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു, അവൾ തുടങ്ങി. മിസ് അയർ, നിങ്ങളോട് എന്തു പറയണമെന്നെനിക്കറിയില്ല. ഞാൻ സ്വപ്നം കാണുകയല്ലല്ലോ, അല്ലേ? ചിലപ്പോൾ ഞാൻ തനിയെയിരിക്കുമ്പോൾ പകുതി മയക്കത്തിലാകാറുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ സങ്കൽപ്പിക്കാറുണ്ട്. ഞാൻ മയക്കത്തിലായിരുന്നപ്പോൾ 15 വർഷം മുമ്പ് മരിച്ച എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അകത്തേക്ക് വന്ന് എന്റെ അടുത്തിരിക്കുന്നത് ഒന്നിലധികം തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ പണ്ടു വിളിക്കാറുള്ളതുപോലെ ആലീസ് എന്നു പേര് വിളിക്കുന്നതുപോലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ റോച്ചസ്റ്റർ നിങ്ങളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നത് സത്യമാണോ എന്നെനിക്ക് പറഞ്ഞു തരാമോ? എന്നെ പരിഹസിക്കരുത്, അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊരിക്കലും അത് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം അഭിമാനിയായ ഒരു മനുഷ്യനാണ്. റോച്ചസ്റ്റർ കുടുംബാംഗങ്ങളെല്ലാം അഭിമാനികളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനാണെങ്കിൽ പണത്തോട് വലിയ താൽപ്പര്യമായിരുന്നു. അദ്ദേഹവും എപ്പോഴും കരുതലോടെ നീങ്ങുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. അവൾ തുടർന്നു. പക്ഷേ നിങ്ങൾ പറയുന്നതുകൊണ്ട് അത് സത്യമായിരിക്കാം. ഇതെങ്ങനെ അവസാനിക്കുമെന്നെനിക്ക് പറയാനാവില്ല. എനിക്ക് ശരിക്കും അറിയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പദവിയിലും സമ്പത്തിലുമുള്ള തുല്യത ഉചിതമാണ്. നിങ്ങളുടെ പ്രായം തമ്മിൽ 20 വർഷത്തെ വ്യത്യാസവുമുണ്ട്. ഇല്ല, തീർച്ചയായുമില്ല മിസ്സിസ്, ഞാൻ അല്പം നീരസത്തോടെ പറഞ്ഞു. അദ്ദേഹം എന്റെ പിതാവിനെപ്പോലെയൊന്നുമല്ല. ഞങ്ങളെ ഒരുമിച്ച് കാണുന്ന ആരും ഒരു നിമിഷം പോലും അങ്ങനെ കരുതുകയില്ല. മിസ്റ്റർ, നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട്, വിധവ തുടർന്നു. പക്ഷേ നിങ്ങൾ വളരെ ചെറുപ്പമാണ്. പുരുഷന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കുറവാണ്. നിങ്ങളെ ഒന്ന് ജാഗ്രതപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, മിസ്റ്റർ, അത് അസാധ്യമാണോ? അല്ല, നിങ്ങൾ വളരെ നല്ലവളാണ്. ഈയിടെയായി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുമുണ്ട്. മിസ്റ്റർ റോച്ചസ്റ്ററിന് നിങ്ങളോട് വലിയ താൽപ്പര്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടയൊരാളാണെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നന്മയെ കരുതി അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക താൽപ്പര്യത്തിൽ എനിക്ക് ചിലപ്പോഴൊക്കെ ആശങ്ക തോന്നിയിട്ടുണ്ട്. നിങ്ങളെ ജാഗ്രതപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റായ ഒരു സാധ്യതയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അത്തരമൊരു ചിന്ത നിങ്ങളെ ഞെക്കിക്കുമെന്നും ഒരുപക്ഷേ വേദനിപ്പിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. നിങ്ങൾ അത്ര വിവേകമതിയും തികച്ചും വിനീതയും ബുദ്ധിമതിയുമായതുകൊണ്ട് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവസാനം എല്ലാം ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അവൾ പറഞ്ഞു. പക്ഷെ എന്നെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് അമിതമായ ജാഗ്രത വേണം. മിസ്റ്റർ റോച്ചസ്റ്ററെ ഒരു അകലത്തിൽ നിർത്താൻ ശ്രമിക്കുക. അദ്ദേഹത്തെപ്പോലെ തന്നെ നിങ്ങളെയും അവിശ്വസിക്കുക, അവൾ വിളിച്ചു പറഞ്ഞു. മിസ്റ്റർ റോച്ചസ്റ്റർ സമ്മതിക്കില്ല. പുതിയ വണ്ടിയിൽ ധാരാളം സ്ഥലമുണ്ടെങ്കിലും ഞാനത് ചെയ്യാം, അടൽ. എന്റെ ആ ഇരുണ്ട ഉപദേശകയെ വിട്ടുപോകുന്നതിൽ സന്തോഷിച്ച് ഞാൻ അവളോടൊപ്പം വേഗത്തിൽ നടന്നു. ഞാൻ അവളോട് വേണ്ടെന്നു പറഞ്ഞു. അവളെ പോകാൻ അനുവദിക്കൂ മിസ്റ്റർ. അദ്ദേഹത്തിന്റെ നോട്ടത്തിലും ശബ്ദത്തിലും വലിയ നിർബന്ധബുദ്ധിയുണ്ടായിരുന്നു. മിസ്സിസ് ഫെയർഫാക്സിന്റെ മുന്നറിയിപ്പുകളുടെ തണുപ്പും അവളുടെ സംശയങ്ങളുടെ ഈർപ്പവും എന്നിലുണ്ടായിരുന്നു. എന്റെ പ്രതീക്ഷകളെ എന്തോ ഒരു അനിശ്ചിതത്വം പിടികൂടിയിരുന്നു. അദ്ദേഹത്തിന്മേലുള്ള എന്റെ സ്വാധീനം എനിക്ക് പകുതി നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അദ്ദേഹം ചോദിച്ചു, എല്ലാ വെളിച്ചവും പോയിരിക്കുന്നു. കുട്ടി വരണമെന്ന് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ? അടലിനെ അകത്തേക്ക് കയറ്റിയപ്പോൾ അവളുടെ കാര്യത്തിൽ ഇടപെട്ടതിനുള്ള നന്ദി പ്രകടിപ്പിക്കാനായി അവൾ എന്നെ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അവളെ അദ്ദേഹത്തിന്റെ മറുവശത്തുള്ള ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തി. ഒരു മടിപ്പട്ടിയെ എന്ന പോലെ അദ്ദേഹം അവളെ അങ്ങോട്ട് മാറ്റി. ഓ, അവൾക്കവിടെ എത്ര അസ്വസ്ഥതയായിരിക്കും. മിസ്റ്റർ റോച്ചസ്റ്റർ തനിക്കൊന്നും മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ എന്തു ചെയ്യും അടൽ? ഒരു വഴിക്കായി നിന്റെ ബുദ്ധി ഉപയോഗിക്കൂ. ഒരു വസ്ത്രത്തിന് വെള്ളയോ പിങ്ക് നിറമോ ഉള്ള മേഘം എങ്ങനെയുണ്ടാകും? നീ എന്തു വിചാരിക്കുന്നു? അവളിപ്പോൾ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചുനേരം ആലോചിച്ച ശേഷം അടൽ പറഞ്ഞു. കൂടാതെ ചന്ദ്രനിൽ നിങ്ങളോടൊപ്പം മാത്രം താമസിക്കുന്നത് അവൾക്ക് മടുക്കും. ആ വയലിൽ അടൽ, ഏകദേശം 2 ആഴ്ച മുമ്പൊരു വൈകുന്നേരം ഞാൻ നടക്കുകയായിരുന്നു. തോട്ടത്തിലെ പുൽമേടുകളിൽ പുല്ലുണക്കാൻ നീ എന്നെ സഹായിച്ച ആ ദിവസം. പുല്ലുവാരിക്കൂട്ടി എനിക്ക് ക്ഷീണം തോന്നിയപ്പോൾ ഞാനൊരു വേലിയിൽ വിശ്രമിക്കാനിരുന്നു. അവിടെ ഞാനൊരു ചെറിയ പുസ്തകവും പെൻസിലുമെടുത്ത് പണ്ടെനിക്ക് സംഭവിച്ച ഒരു നിർഭാഗ്യത്തെക്കുറിച്ചും വരാനിരിക്കുന്ന സന്തോഷകരമായ ദിവസങ്ങളെക്കുറിച്ചുള്ള എന്റെ ആഗ്രഹത്തെക്കുറിച്ചും എഴുതാൻ തുടങ്ങി. ഇലയിൽ നിന്ന് വെളിച്ചം മങ്ങിക്കൊണ്ടിരുന്നിട്ടും ഞാൻ വളരെ വേഗത്തിൽ എഴുതുകയായിരുന്നു. അപ്പോൾ എന്തോ ഒന്ന് വഴിയിലൂടെ വന്ന് എനിക്ക് 2 വാര അകലെ നിന്നു. ഞാനതിനെ നോക്കി. തലയിൽ നേർത്ത വല പോലെയുള്ള മൂടുപടമുള്ള ഒരു ചെറിയ രൂപമായിരുന്നു അത്. അടുത്തേക്ക് വരാൻ ഞാൻ അതിനെ ആംഗ്യം കാണിച്ചു. അതുടൻ എന്റെ മുട്ടിനടുത്തു വന്നു.
ഞാനതിനോട് സംസാരിച്ചില്ല, അതെന്നോടും വാക്കുകളാൽ സംസാരിച്ചില്ല. പക്ഷേ ഞാനതിന്റെ കണ്ണുകൾ വായിച്ചു, അത് എന്റേതും. ഞങ്ങളുടെ നിശബ്ദമായ സംഭാഷണം ഇപ്രകാരമായിരുന്നു. അതൊരു മാലാഖയായിരുന്നു, അത് മാലാഖമാരുടെ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. എന്നെ സന്തോഷിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ദൗത്യം. ഞാൻ അതിനോടൊപ്പം ഈ സാധാരണ ലോകത്ത് നിന്ന് ചന്ദ്രനെപ്പോലെയുള്ളൊരു വിജനമായ സ്ഥലത്തേക്ക് പോകണം. ഹേ ഹില്ലിന് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രക്കലയ്ക്ക് നേരെ അത് തലയാട്ടി. നമുക്ക് താമസിക്കാൻ കഴിയുന്ന വെണ്ണക്കല്ല് ഗുഹയെക്കുറിച്ചും വെള്ളി താഴ്വരയെക്കുറിച്ചും അതെന്നോട് പറഞ്ഞു. ഓ, മാലാഖ മറുപടി പറഞ്ഞു. അതൊന്നും സാരമില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യുന്ന ഒരു മാന്ത്രിക മോതിരമിതാ. അവൾ മനോഹരമായ ഒരു സ്വർണ്ണമോതിരം നീട്ടി. അവൾ വീണ്ടും ചന്ദ്രനെ നോക്കി തലയാട്ടി. പക്ഷേ മദാമോസലിന് ഇതിലെന്താണ് കാര്യം? മദാമോസൽ ഒരു മാലാഖയാണ്, അദ്ദേഹം രഹസ്യമായി മന്ത്രിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ തമാശകൾ കാര്യമാക്കേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവൾ തന്റെ ഭാഗത്തുനിന്ന് ഒരു ഫ്രഞ്ചുകാരിയുടെ സംശയം പ്രകടിപ്പിച്ചു, മിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട്. മിൽക്കോട്ടിൽ ചിലവഴിച്ച 1 മണിക്കൂർ എനിക്ക് അല്പം പ്രയാസകരമായിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ എന്നെ ഒരു പട്ടുതുണിശാലയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ എനിക്ക് 1/2 ഡസൻ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉത്തരവ് ലഭിച്ചു. എനിക്ക് ആ പണി ഇഷ്ടപ്പെട്ടില്ല. അത് മാറ്റിവെക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു. ഇല്ല, അത് ഇപ്പോൾ തന്നെ തീർക്കണം. ഊർജ്ജസ്വരമായ മന്ത്രിക്കലുകളിലൂടെയുള്ള അപേക്ഷകൾ വഴി ഞാൻ ആ 1/2 ഡസൻ എന്നത് 2 കുറച്ചു. എങ്കിലും അവ അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ആഭരണശാലയിലെ തിളങ്ങുന്ന സാധനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പായുന്നത് ഞാൻ ആശങ്കയോടെ നോക്കി. അദ്ദേഹം ഏറ്റവും തിളക്കമുള്ള വയലറ്റ് നിറത്തിലുള്ള ഒരു പട്ടുതുണിയും മനോഹരമായൊരു പിങ്ക് സാറ്റിനും തിരഞ്ഞെടുത്തു. ഞാൻ വീണ്ടും മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ എനിക്കൊരു സ്വർണ്ണവസ്ത്രവും വെള്ളിത്തൊപ്പിയും കൂടി വാങ്ങാമായിരുന്നു എന്ന്. അദ്ദേഹം തിരഞ്ഞെടുത്തത് ധരിക്കാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല. അദ്ദേഹം കല്ലുപോലെ കടുപ്പക്കാരനായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോടെ കറുത്ത സാറ്റിനും പേൾ ഗ്രേ പട്ടുതുണിയും വാങ്ങാൻ ഞാൻ അദ്ദേഹത്തെ സമ്മതിപ്പിച്ചു. അദ്ദേഹത്തെ പട്ടുതുണിശാലയിൽ നിന്നും പിന്നീട് ഒരു ആഭരണക്കടയിൽ നിന്നും പുറത്തിറക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നി. അദ്ദേഹം എനിക്ക് വേണ്ടി കൂടുതൽ വാങ്ങുന്തോറും അപമാനവും വിഷമവും കൊണ്ട് എന്റെ കവിളുകൾ ചുവന്നു. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ സംഭവബഹുലമായ തിരക്കുകൾക്കിടയിൽ ഞാൻ പൂർണ്ണമായും മറന്നുപോയ ഒരു കാര്യമോർത്തു. എന്റെ അമ്മാവൻ ജോൺ അയർ മിസ്സിസ് റീഡിനയച്ച കത്ത്. എന്നെ ദത്തെടുക്കാനും അദ്ദേഹത്തിന്റെ അവകാശിയാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം. എനിക്ക് സ്വന്തമായി ചെറിയൊരു വരുമാനമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരാശ്വാസമായേനെ, ഞാൻ ചിന്തിച്ചു. മിസ്റ്റർ റോച്ചസ്റ്റർ എന്നെ ഒരു പാവയെപ്പോലെ അണിയിച്ചൊരുക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അല്ലെങ്കിൽ ദിവസവും സ്വർണ്ണമഴ നനയുന്ന 2ാമത്തെ ഡാനിയെപ്പോലെ ഇരിക്കാനും എനിക്ക് കഴിയില്ല. വീട്ടിലെത്തിയ ഉടൻ ഞാൻ മഡെയ്രയിലേക്ക് കത്തെഴുതും. എന്റെ അമ്മാവൻ ജോണിനോട് ഞാൻ വിവാഹിതയാകാൻ പോകുകയാണെന്നും ആരോടാണെന്നും പറയും. മിസ്റ്റർ റോച്ചസ്റ്ററിന് ഒരു ദിവസം കുറച്ച് പണമെങ്കിലും കൊണ്ടുവരാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ. ഈ ചിന്തയിൽ അല്പം ആശ്വാസം തോന്നി. അന്ന് തന്നെ ഞാനത് ചെയ്യുകയും ചെയ്തു. എന്റെ യജമാനന്റെയും കാമുകന്റെയും കണ്ണുകളിലേക്ക് നോക്കാൻ ഞാൻ ഒരിക്കൽ കൂടി ധൈര്യപ്പെട്ടു. ഞാൻ മുഖം മാറ്റിയെങ്കിലും അദ്ദേഹം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ അങ്ങനെ നോക്കേണ്ടതില്ല, ഞാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഈ അധ്യായം അവസാനിക്കുന്നതുവരെ ഞാൻ എന്റെ പഴയ ലോവുഡ് വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കൂ. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം കൈകൾ തിരുമ്മി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അവൾക്ക് തനിമയുണ്ടോ? അവൾക്ക് ആവേശമുണ്ടോ? ആ പൗരസ്ത്യ പരാമർശം എന്നെ വീണ്ടും വേദനിപ്പിച്ചു. ഒരു അന്തഃപുരത്തിന് പകരമായി നിൽക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നെ അതിന് തുല്യമായി കരുതേണ്ട. അടിമകളാക്കപ്പെട്ടവർക്ക്, നിങ്ങളുടെ അന്തഃപുരത്തിലുള്ളവർക്കും കൂടി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരു മിഷനറിയായി പോകാൻ ഞാൻ എന്നെ തന്നെ തയ്യാറാക്കും. മിസ്റ്റർ റോച്ചസ്റ്റർ, നിങ്ങൾ അത്തരമൊരു കണ്ണോടെ അപേക്ഷിച്ചാലും ഞാൻ ഒരു ദയയും കാണിക്കില്ല. എന്താ ചെയിൻ, നിനക്കെന്താണ് വേണ്ടത്? ബലിപീഠത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിനു പുറമെ ഒരു സ്വകാര്യ വിവാഹ ചടങ്ങു കൂടി നടത്താൻ നീ എന്നെ നിർബന്ധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് സമാധാനമുള്ള ഒരു മനസ്സ് മാത്രമേ വേണ്ടൂ സർ, ബാധ്യതകളാൽ തളരാത്ത ഒന്ന്. നിങ്ങൾ അവൾക്ക് നൽകിയ വജ്രങ്ങളെക്കുറിച്ചും കാശ്മീരി വസ്ത്രങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് സെലിൻ വാരൻസ് ആകില്ല. ഞാൻ അഡലിന്റെ ഗവർണസായി തന്നെ തുടരും. അതിലൂടെ എനിക്ക് താമസവും ഭക്ഷണവും കൂടാതെ വർഷം 30 പൗണ്ടും ലഭിക്കും. ശരി, നിന്റെ ഈ തണ്ടേടത്തിനും അഭിമാനത്തിനും തുല്യമായി മറ്റാരുമില്ല, അദ്ദേഹം പറഞ്ഞു. ഞങ്ങളിപ്പോൾ തോൺഫീൽഡിനടുത്തെത്തിയിരുന്നു. ഞാൻ ഇതുവരെ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ല സർ. ഇപ്പോൾ അതിന് ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അതുവരെ എന്തുവരെ? തീർച്ചയായും എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ പതിവ് പോലെ അത് തുടരും. എനിക്ക് പുകവലിക്കണം ജെയിൻ, അല്ലെങ്കിൽ ഒരു നുള്ളു നസ്യം വേണം. ഇതിനെയെല്ലാം നേരിടാൻ എന്നിരുന്ന് ആശ്വസിപ്പിക്കാൻ, അടൽ പറയുന്നതുപോലെ എന്റെ ആത്മവിശ്വാസം നിലനിർത്താൻ. നിർഭാഗ്യവശാൽ എന്റെ പക്കൽ സിഗാർ പെട്ടിയോ നസ്യത്തിന്റെ ഡപ്പിയോ ഇല്ല. പക്ഷെ കേൾക്കൂ, രഹസ്യമായി പറയാം. ചെറിയ സ്വേച്ഛാധിപതിയെ, ഇപ്പോൾ നിന്റെ സമയമാണ്. പക്ഷെ ഉടനെ അത് എന്റേതാകും. ഒരിക്കൽ ഞാൻ നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കി കഴിഞ്ഞാൽ, എന്നേക്കുമായി കൂടെ നിർത്താൻ ഞാൻ നിന്നെ രൂപകമായി പറഞ്ഞാൽ ഇതുപോലൊരു ചങ്ങലയിൽ ബന്ധിക്കും, തന്റെ വാച്ചിന്റെ ചങ്ങലയിൽ തൊട്ടുകൊണ്ട്. വൈകുന്നേരം അദ്ദേഹം എന്നെ തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിനായി ഒരു വിനോദം ഒരുക്കിയിരുന്നു. കാരണം സമയം മുഴുവൻ മുഖാമുഖം സംസാരിച്ചു മാത്രം ചെലവഴിക്കാൻ പാടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദം ഞാൻ ഓർത്തു. അദ്ദേഹത്തിന് പാടാനിഷ്ടമാണെന്നെനിക്കറിയാമായിരുന്നു. നല്ല ഗായകർക്ക് പൊതുവെ അങ്ങനെയാണല്ലോ. ഞാനൊരു ഗായികയായിരുന്നില്ല.
അദ്ദേഹത്തിന്റെ കണിശമായ കാഴ്ചപ്പാടിൽ ഒരു സംഗീതജ്ഞയുമല്ല, എങ്കിലും നല്ല ആലാപനം കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പ്രണയാതുരമായ ആ സന്ധ്യാനേരം ജനാലയ്ക്കൽ തന്റെ നീലനിറത്തിലുള്ള നക്ഷത്രങ്ങൾ പതിച്ച കൊടി താഴ്ത്തിയ ഉടനെ ഞാൻ എഴുന്നേറ്റ് പിയാനോ തുറന്നു. ദൈവത്തെ ഓർത്ത് എനിക്കായി ഒരു പാട്ടുപാടണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. എന്നെ ഒട്ടും മര്യാദയില്ലാതെ ഒരു വശത്തേക്ക് തള്ളിമാറ്റി. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും. അദ്ദേഹം എന്റെ സ്ഥാനം കൈക്കലാക്കി സ്വയം പിയാനോ വായിച്ചു പാടാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് പാടാനെന്നതുപോലെ വായിക്കാനും അറിയാമായിരുന്നു. ഞാൻ ജനാലയ്ക്കിലേക്ക് വാറി നിന്നു. അദ്ദേഹം എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖം തിളങ്ങുന്നതും പരുന്തിൻ്റേതുപോലുള്ള കണ്ണുകൾ മിന്നുന്നതും മുഖത്തെ ഓരോ രേഖയിലും ആർദ്രതയും അഭിനിവേശവും ഞാൻ കണ്ടു. ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. പിന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചു. തീർച്ചയായും അതൊരു സ്വാഭാവികവും അത്യാവശ്യവുമായ കാര്യമാണെന്ന് ഞാൻ കരുതി. തന്റെ ഭാവി പത്നി തന്നോടൊപ്പം മരിക്കണമെന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. അത്തരമൊരു അവിശ്വാസപരമായ ആശയം കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഓ, അദ്ദേഹം കൊതിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം ഞാൻ അദ്ദേഹത്തോടൊപ്പം ജീവിക്കണമെന്നതായിരുന്നു. അദ്ദേഹം അസ്വസ്ഥനായി പിറുപിറുക്കുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. വളരെ നല്ലത്, ഞാൻ ചിന്തിച്ചു. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ദേഷ്യപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്യാം. പക്ഷേ നിങ്ങളോട് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് എനിക്കുറപ്പാണ്. ഈ രീതി തുടങ്ങിയതോടെ പരീക്ഷണകാലം മുഴുവൻ ഞാനത് തുടർന്നു. അത് വലിയ വിജയമായിരുന്നു. മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഞാൻ പഴയതുപോലെ തന്നെ വിനീതയും ശാന്തയുമായിരുന്നു. മറ്റൊരു തരത്തിലുള്ള പെരുമാറ്റത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരങ്ങളിലെ കൂടിക്കാഴ്ചകളിൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ഇത്തരത്തിൽ എതിർക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തത്. ക്ലോക്കിൽ 7 അടിക്കുന്ന നിമിഷം തന്നെ അദ്ദേഹം എന്നെ വിളിപ്പിക്കുന്നത് തുടർന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ പ്രിയപ്പെട്ടവളെ, മധുരമേറിയവളെ തുടങ്ങിയ വാക്കുകളുണ്ടായിരുന്നില്ല. എനിക്കായി അദ്ദേഹം കരുതിവെച്ച ഏറ്റവും നല്ല വാക്കുകൾ ദേഷ്യം പിടിപ്പിക്കുന്ന പാവ, കുസൃതിയായ ഭൂതം, യക്ഷി, മാന്ത്രികക്കുട്ടി തുടങ്ങിയവയായിരുന്നു. ലാളനകൾക്കു പകരം എനിക്ക് ലഭിച്ചത് മുഖം ചുളിക്കുകളായിരുന്നു. കൈയമർത്തുന്നതിനു പകരം കയ്യിലൊരു നുള്ള്, കവിളിലെ ചുംബനത്തിനു പകരം ചെവിയിൽ കഠിനമായ ഒരു പിടുത്തം. അതെല്ലാം ശരിയായിരുന്നു. ആ സമയത്ത് കൂടുതൽ ആർദ്രമായ പെരുമാറ്റത്തേക്കാൾ ഇത്തരത്തിലുള്ള പരുക്കൻ സ്നേഹപ്രകടനങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. മിസ്സിസ് ഫെയർഫാക്സ് എന്നെ അംഗീകരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ നീങ്ങി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കുറപ്പായി. അതിനിടയിൽ ഞാൻ അദ്ദേഹത്തെ എല്ലും തോലുമാക്കുകയാണെന്ന് മിസ്റ്റർ റോച്ചസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞു. എന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിന് വരാനിരിക്കുന്ന സമയത്ത് കഠിനമായ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭീഷണികൾ കേട്ട് ഞാൻ ഉള്ളാലെ ചിരിച്ചു. എങ്കിലും എന്റെ ഈ ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തെ കളിപ്പിക്കുന്നതിനേക്കാൾ സന്തോഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ഭാവി ഭർത്താവ് എനിക്ക് എന്റെ ലോകം മുഴുവനായി മാറുകയായിരുന്നു. ലോകത്തേക്കാൾ ഉപരിയായി, ഏകദേശം എന്റെ സ്വർഗപ്രതീക്ഷ പോലെ. സൂര്യനും മനുഷ്യനുമിടയിൽ ഗ്രഹണം വരുന്നതുപോലെ മതപരമായ എല്ലാ ചിന്തകൾക്കും എനിക്കുമിടയിൽ അദ്ദേഹം നിന്നു. ആ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ ഞാനൊരു വിഗ്രഹമായി മാറ്റിയതിനാൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.